ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാലും ക്രീമും കാര്യങ്ങളും ഒന്നും വേണ്ട, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം നമ്മൾ തയ്യാറാക്കുന്നത് പഴം വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏത്തപ്പഴം എടുത്തിട്ടുള്ളത്, കുറച്ച് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള ഏത്തപ്പഴം എടുക്കുക. അതുപോലെ അരിഞ്ഞിട്ട് ഒരു 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രീസറിൽ തണുപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏത്തപ്പഴം എടുക്കാം, അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ചെറുപഴം എടുക്കാം കേട്ടോ. ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, ഒരുവിധം മധുരമുള്ള പഴം എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബദാമാണ്. ബദാം ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ബദാമിന് പകരമായിട്ട് നിങ്ങൾക്ക് കുതിർത്തിയിട്ടുള്ള കശുവണ്ടി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ രണ്ടാണെങ്കിലും ഒരു 12, 15 അല്ലെങ്കിൽ 20 വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ആ ഒരു ബദാം മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബദാമൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം കുറച്ചും കൂടെ ക്രീമി ആയിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുപ്പിച്ചിട്ടുള്ള നമ്മുടെ പഴം, നന്നായിട്ട് ഫ്രീസ് ചെയ്തിട്ടുള്ള പഴമാണ്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ആ പഴമൊക്കെ നന്നായിട്ട് നമ്മുടെ ബദാം മിൽക്കുമായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ആയതുകൊണ്ട് ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള ഡാർക്ക് കൊക്കോ പൗഡറാണ്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര. അപ്പോൾ പഴത്തിന് ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആ ബദാമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഐസ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അടച്ചിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. ഇപ്പോൾ ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും ഐസൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതുപോലെ നല്ല ക്രീമി ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഐസ്ക്രീം പോലെ തന്നെയാണ് ആ ഒരു ടെക്സ്ചർ ഉള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത് ഹെൽത്തിയും കൂടെ ആണ് കേട്ടോ. നമുക്കിതുപോലെ നട്ട്സൊക്കെ ഇട്ടിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പഴത്തിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതങ്ങനെ ടേസ്റ്റ് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പഴത്തിൻ്റെ ഇതുപോലത്തെ റെസിപ്പി ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിസ്ക്കറ്റൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. താങ്ക്